ഹലോ ഗൈസ് അപ്പോൾ ഏവർക്കും നമ്മുടെ ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടന്റിലേക്ക് വരുന്നതിന് മുന്നേ ആദ്യം നമ്മുടെ കൂടെ ഇന്നത്തെ വ്ലോഗിൽ അനു ഉണ്ട്, ജോജി ഉണ്ട്, ഹലോ ഗൈസ്, ഇവാൻ ഉണ്ട്, ജോമോൻ ഉണ്ട്, ഞാനും ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് അനു ഉണ്ട്, ജോജി ഉണ്ട്, ഇവാനുണ്ട്, ജോമോനുണ്ട്, ഒപ്പം നമ്മുടെ കൂടെ ജിജി, ക്യാമറാമാൻ ജിജിയും ഉണ്ട്. അപ്പോൾ ഇന്ന് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ നമ്മുടെ ഫാമിലിയിലെ ചിന്നു ഒക്കയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ച് ഇന്നാൻറ്റിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ വലിയ ആഘോഷമൊന്നും ഇല്ല, എന്നാലും ചെറിയൊരു കേക്ക് മേടിച്ച് മുറിക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇന്നാൻറ്റിയുടെ മോള് അനു പറഞ്ഞു, അനു ഒതുക്കി വെച്ച പൈസ കൊണ്ട് ഒരു കേക്ക് മേടിച്ച് മുറിച്ച് അവൾക്ക് ആ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം കോളേജ് ജംഗ്ഷനിലെ ഒരു കുടുക്ക പൊട്ടിക്കാനുള്ള കേക്ക് മുറി. അതെ, നമ്മൾ കുടുക്ക പൊട്ടിച്ചു. കുടുക്കയിലേക്ക് പൈസ ആര് തന്നു? എല്ലാരും തന്നല്ല, നിന്റെ അമ്മ തന്നു. ഓക്കെ. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന നിങ്ങൾ ഒരു മകളോ ഒരു മകനോ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ബി ലൈക്ക് അനു. അനുവിനെ പോലെ നമ്മൾ എന്ത് ചെയ്യുക, പൈസ കൂട്ടി വെച്ച് അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കുക. സോ നമ്മൾ കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് കൊല്ലം കോളേജ് ജംഗ്ഷനിലെ ലക്ഷ്മി ബേക്കറിയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ലക്ഷ്മി ബേക്കറിയിലേക്ക് കാണാം. പിന്നെ ഇന്നലെ നടന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളേജ് ജംഗ്ഷനിൽ ഇവിടുത്തെ ഒരു വലിയ ബ്രഹ്മാണ്ഡമായ ഒരു നല്ല ആയുസുള്ളൊരു മരം ഇന്നലെ അങ്ങ് പിഴുത് കളഞ്ഞു. മുറിച്ചും കളഞ്ഞു. ആ മരമാണ് ഇത്. ആ മരം ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കും. എവിടെ? കണ്ടില്ലേ കിടക്കണ കിടപ്പ്? റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ഇടത്തോട്ട് നോക്കുക. അവിടെ ഒന്നും കണ്ടില്ലെങ്കിൽ വലത്തോട്ട് നോക്കുക. അത് കണ്ടില്ലെങ്കിൽ നോക്കി ഇറങ്ങുക. അതൊരു റിയാക്ഷൻ. പൈസ എടുക്കട്ടെ. അവര് നമ്മളെ നോക്കുന്നുണ്ട്. കയ്യിൽ വെച്ചാ നീ. ഓക്കെ, വാ. കേൾക്കുമ്പോ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ വില അല്ല, ഹാഫ് കെ ജി. ബ്ലാക്ക് വേണോ വയ്ക്കുമോ? ഒരു ഹാഫ് കെ ജി. ഹാപ്പി ബർത്ത്ഡേ ചിന്നുമ്മ എഴുതിയത്. CHINNUMMA. ഈ കാണുന്ന ഈ ഗ്രേപ്പ് ഫ്ലേവർ അത് നമ്മൾ വാങ്ങുന്നില്ല. ഒന്നും വാങ്ങണ്ട. താഴെ കാണുന്ന ഇത് കണ്ടോ, ഇതും നമ്മൾ വാങ്ങുന്നില്ല. എന്നാൽ നമ്മൾ ഏത് വാങ്ങും? ഏത് കറുപ്പ് തൊട്ടുകളി? അതെ, നമ്മൾ കറുപ്പ് വാങ്ങും. ഇട്ട് മൂടാനുള്ളതൊക്കെ ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. നിനക്ക് ആവശ്യമുള്ള ഇവിടുന്ന് വെച്ചു കേട്ടോ. കുടുക്ക പൊട്ടിക്കണം. കുടുക്ക പൊട്ടിച്ച് 290 രൂപയുള്ള കയ്യിൽ. 300 രൂപ അല്ലേ? 400 രൂപ. കേക്കൊന്ന് കാണിച്ചിട്ട് ബില്ല്
സംസാരിക്കാൻ കേൾക്കാൻ പറ്റത്തില്ലല്ലോ. അനുവിന്റെ സന്തോഷമുണ്ട്. അനു, നിനക്ക് എന്തോ പറയാനുള്ള? നിന്റെ അമ്മയുടെ ജന്മദിന ആഘോഷമായ ദിവസം സന്തോഷം. എന്നിട്ട് വാതറന്ന് പറയടി. അതായത് അനുവിനെ കണ്ട് അവർക്ക് വേണമെങ്കിൽ ആ 290 രൂപ എടുത്ത് വേറെ എന്തൊക്കെ മേടിക്കാം. 70 രൂപയ്ക്ക് നല്ലൊരു ഷവർമ്മ മേടിക്കും. അല്ല, ഇപ്പൊ ഇത് ചെയ്താല് ഇവളുടെ പുറത്തിറങ്ങി പെപ്സി മേടിച്ച് എനിക്ക് തരാം. ഇതൊന്നും ചെയ്യാതെ അവളൊരു കേക്ക് മേടിക്കും. അല്ലല്ല, ഇത് നവംബർ 24 തിരിച്ചു കിട്ടാൻ കിട്ടണം. ഇവിടെ ഇന്ന് ട്രെയിൻ ആണ്. ട്രെയിൻ ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ല. ഞങ്ങൾ ഗുണ്ടകളല്ല. നടന്നു എക്സ്ചേഞ്ച് നടത്തിയല്ലോ. കേക്കിന്റെ ക്വാളിറ്റി കവറിന്റെ വലുപ്പമാണ് ഇടത്തോട്ട് നോക്കൂ, ഇവാൻ വലത്തോട്ട് നോക്കൂ. കറക്റ്റാ. കണ്ണനെ കൂടെ എടുത്തു. പറയൂ. നീ കണ്ണനെ എടുക്കൂടാ. എടുത്ത് അയ്യാ, ക്യാമറമാനെ പറയണ പ്രൊഫഷണൽ ക്യാമറമാൻ. നമുക്ക് എന്റെ മയിൽ വാഹനത്തിൽ കയറാം അല്ലേ? ഓക്കെ. അപ്പം നമ്മൾ കേക്ക് സുരക്ഷിതമായിട്ട് ഫ്രിഡ്ജിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ. അമ്മ കേക്ക് കണ്ട ചിന്നാൻറ്റി? ഇല്ല, കണ്ടില്ല. അത് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? ചിന്നാൻറ്റി താഴെയല്ലേ നിന്നാ? ഞാൻ നോക്കിയപ്പോൾ അനുതാ ഇവിടെ ഇരിക്കുക. ചിന്നാൻറ്റി നേരെ ചിരിച്ചിട്ട് ഹൈ. അത് കഴിഞ്ഞപ്പോൾ അനുതാ ഇറങ്ങിയിട്ട് ഗ്യാപ്പി ഇറങ്ങിയപ്പോഴും ചിന്നാൻറ്റി കണ്ട്. ഉടനെ ഇയാളുടെ അടുത്ത് ചോദിച്ചു, എന്തോ കയ്യിൽ? അപ്പം നീ എന്തോ പറഞ്ഞു? ഒന്നുമില്ല. ഞാൻ എങ്ങനെ അല്ല, അത്ര നേരം മുഖം ഇങ്ങനെയായിരുന്നു. ആ ചിന്നാൻറ്റി ചോദിച്ചപ്പോൾ പിരിവൊക്കെ പൊങ്ങിയിട്ട് ഒന്നുമില്ല. ഞങ്ങളുടെയിലൊന്നുമില്ല. ഇല്ലല്ലോ. ഇല്ല, അവൻ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചു. പൊടി നല്ലോണം കാണിച്ചു. അഭിനയിച്ച് എങ്ങനെ അഭിനയിച്ചു കാണിച്ചു കൊടുക്കും. അപ്പം ഞാൻ ചിന്നാൻറ്റി അപ്പം ഞാൻ ചോദിക്കുക, എന്തോ കയ്യിൽ? എന്നിട്ട് ഇത് പിന്നെ എന്തോ മണ്ടനാ, പക്ഷെ കുഴപ്പമില്ല. അത് നല്ലപോലെ അഭിനയിച്ചു. ആരാ ഓടി? എന്നാ ചിന്നാൻറ്റി അവിടെ നിന്ന് വേസ്റ്റ് ജോജി പോയി. അപ്പോൾ കേക്ക് മുറിക്കാൻ സമയം വരുവായി. അപ്പോൾ നമ്മൾ കേക്ക് മേടിച്ച് സേഫായിട്ട് ഫ്രിഡ്ജിനകത്തേക്ക് സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കേക്ക് മുറിക്കുമ്പോഴത്തേന് എല്ലാവർക്കും കാണാം.
ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ചിന്നാൻ്റെയും അമ്മേനെയും കൂടെ പുറത്ത് നൈസിന് പുറത്ത് വിട്ടാറുണ്ട്. അപ്പം ഇനി നമ്മൾ കേക്ക് എടുത്ത് കേക്ക് ഫ്രിഡ്ജ് കേക്ക് എടുത്ത് ഇവിടെ വേഗം ഓപ്പൺ ചെയ്യ് ഒന്നാക്കും വണ്ണിട് ആ വരുന്നീനാൻ്റി. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ചിന്നാൻ്റെ ഇങ്ങനെ ആ ചവറെടുക്കാൻ വേണ്ടി ഇങ്ങനെ കുനിഞ്ഞു നിന്ന സമയത്ത് ഞാൻ പറഞ്ഞു കേക്കും കൊണ്ട് ഓടാൻ. അപ്പോഴത്തെ ഞാനും അത്ര നേരം എൻ്റെ പുറകെ ഇരുന്നിട്ട് ചിന്നാൻ്റെ എണീറ്റപ്പോൾ ഉടനെ കേക്കും കൊണ്ട്. ചിന്നാൻ്റെ കേക്ക് മുറിക്കുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം പറയാനുണ്ട്. കുടുക്കയ്ക്കുള്ളിൽ സൂക്ഷിച്ചു വെച്ച പൊന്നാണയങ്ങൾ വെച്ചിട്ടാണ് അനുവിൻ്റെ മാത്രം ചെലവിലാണ് നമ്മൾ ഈ കേക്ക് മേടിച്ചിട്ടുള്ളത്. അനുവിൻ്റെ ആഗ്രഹം ഈ ഹൃദയം പൊട്ടുന്ന നിമിഷത്തിൽ അനുവിന് എന്താണ് പറയാനുള്ളത്? ചിന്നാറ്റിക്ക് എന്താ പറയാനുള്ളത് ഹൃദയം പൊട്ടുന്ന ഈ നിമിഷത്തിൽ? ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇവളെ പോലെ ഒരു മകൾ എന്റെ മകളിൽ നിന്നും ഞാൻ ഇത് ഒട്ടും പ്രതീക്ഷിച്ചു. അതാണ് ഒരു ചെറിയ ഹാഫ് KG കേക്ക് മേടിക്കുന്നതിലല്ല, പക്ഷെ അവൾക്ക് അത് അവൾ ഒറ്റയ്ക്ക് മേടിക്കണമെന്ന് പറഞ്ഞ ആ മൈൻഡ്, അവിടെയാണ് ഞാൻ സത്യത്തിൽ ചങ്ക് പൊട്ടിപ്പോയത്. നോക്കി എന്റെ ചങ്ക് നോക്കി ഉണ്ടോ. ചിന്നാറ്റി പറ, മകളോട് പറ. താങ്ക് യു വെരി മച്ച്. ഓ മകനെ കൂടെ കൊറ ഈ പ്രത്യേക നിമിഷത്തിൽ. മകനാണ് സത്യത്തിൽ അഭിനയിച്ച് കുളമാക്കിയത്. മകൻ താഴെ നിന്നിട്ട് ഒന്നുമില്ല, ചിന്നാൻ്റെ ഒന്നും ചോദിച്ചില്ല. അതിന് മുന്നേ ഒന്നുമില്ല, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ചിന്നുമ്മ ഈ CH വായിക്കണ്ട കേട്ടോ. ഇന്നുമ്മ ഉമ്മ, അതായത് ചിന്നു ഉമ്മ, മനസ്സിലായോ? ഉമ്മ അമ്മയുടെ സഹോദരിക്ക് ഒരു ഉമ്മ കൊടുക്കുന്നില്ലേ അമ്മയ്ക്ക്? ഞങ്ങളുടെ അമ്മ ക്യാമറയ്ക്ക് മുന്നിൽ സ്നേഹം കാണിക്കുന്ന ആളല്ല. ഓക്കെ, അപ്പം ചിന്നയുടെ കയ്യിൽ കത്തി കൊടുക്കും. ചിന്നാൻ്റെ ചിന്നാനിയുടെ ലൈഫിൽ ഇത്രയും സർപ്രൈസ് ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ കിട്ടി കാണത്തില്ല. ഇത്രയും ഉടായ്പ പിടിച്ചൊരു ബർത്ത്ഡേ ചിന്നാൻ്റെ കണ്ട് കേക്ക്. എന്നിട്ട് ചിന്നാൻ്റെ അഭിനയിക്കുന്നു. എന്തുവാ കൊണ്ടുപോയേ? അയ്യോ എന്തുവാ അതിലെ കൊണ്ടുപോയേ? ഞാൻ ഇതിൽ പോയപ്പോഴത്തേക്ക് എപ്പോഴും ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് ഒരു ബോക്സോടെ. അതാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നീട് ഞാൻ ഒളിഞ്ഞിരുന്ന് ഇവള് പെട്ടെന്ന് കൊണ്ടുപോയപ്പോ എനിക്ക് മനസ്സിലായി ഇത് കേക്കല്ല, ഇത് ഐസ്ക്രീം അല്ല, കേക്കായിരിക്കും. എന്നിട്ട് ചിന്നാൻ്റെ അയ്യോ എന്തോ കൊണ്ടുപോയല്ലോ അതില്, അയ്യോ അതിലെ പോകുന്നല്ലോ, എന്തോ കൊണ്ടുപോകുന്നല്ലോ. ആ രീതിയിലാണ് ചിന്നാൻ്റെ അഭിനയിച്ചത്. ഉടനെ ഇവാൻ അയ്യോ ഞങ്ങളൊന്നും കൊണ്ടുപോയില്ലല്ലോ അല്ലേ? നീ നിങ്ങളുടെ അമ്മയ്ക്ക് ബർത്ത്ഡേ ആയിട്ട് നീ ഒരു കെട്ടിപ്പിടിച്ചൊരു ഇറുക്കി അണച്ചൊരു മുത്തം കൊടുക്കും. ബൈക്കിൽ പോകാൻ നേരം എവിടാ പോന്നെ? നമ്മള് വി പാർക്കിൽ പോന്നെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഇതാണ്. എവിടാ പോന്നെ? അപ്പൊ ഞാൻ പറഞ്ഞ് നമ്മള് വി പാർക്കിലല്ല പോന്ന. പിന്നെ നമ്മളെവിടെ പോന്ന? നമുക്ക് വി പാർക്കിൽ പോണം. ഞാൻ പറഞ്ഞു നമ്മൾ അബ്രോഡ് പോന്നു. ഏതിട്ട് ചുമ്മാ ഇരടാ കൈ. ഓക്കെ, അപ്പം കേക്ക് മുറിച്ച് ഈ ജന്മദിന വേള ആർത്തുല്ലസിക്കും. അമ്മ സാവധാനം പാടണേ. പാടുന്നില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ ജി, ഹാപ്പി ബർത്ത്ഡേ ടു യു. മേ ഗോഡ് ബ്ലെസ് യു, മേ ഗോഡ് ബ്ലെസ് യു, മേ ഗോഡ് ബ്ലെസ് യു
Happy birthday to you. മുഖത്തൊന്നും തേക്കല്ലേ അപ്പോ അമ്മ ചിന്നാൻറ്റിയുടെ ജന്മദിനം അമ്മ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഇച്ചിരി കൂടുതൽ കൊടുക്കും. അങ്ങനെ ചിന്നാൻറ്റിയുടെ ജന്മദിനം നമ്മൾ വളരെ സമാധാനപരമായിട്ട് ആഘോഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ജോജിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? താങ്ക് യു. പിന്നെ ഒന്നും ഇല്ല, ക്യാമറ എടുക്കും. നീ എടുക്കും. ബാക്കി എടുത്ത് ഫ്രിഡ്ജ് ചെയ്യും. രണ്ട് പറയൂ. 1 2 മേളുള്ള ചോക്ലേറ്റ് അങ്ങനെ കഴിപ്പല്ലേ? അപ്പോ സാറിന് ചായയും അത് കാപ്പിയും എടുത്തോ. അത് തന്നെ ഏതാ? വാ, അവൻ കൈയിട്ട് മെലസുന്നു. അപ്പൊ നമ്മള് ഇല്ലേ അപ്പൊ ജന്മദിനം എല്ലാം നമ്മള് കേക്ക് കട്ട് ചെയ്ത് ആഘോഷിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ഗാനം, അത് ഇവാന്റെ വക. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. എന്തിനാടാ കുന്തിട്ട്, എന്തിനാടാ കുന്തിട്ട്. എന്തിനാട കൊന്നിട്ട് ചിന്നാൻറ്റിക്ക് വേണ്ടിയിട്ടാണ് പാട്ട് പാടിയത്. അപ്പൊ വെച്ച് പൊറപ്പിക്കുന്നില്ല. അപ്പൊ നമ്മള് ജന്മദിനം നിങ്ങളും ഒരു ബർത്ത്ഡേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ വളരെ സസ്പെൻസ് ആയിട്ടും വളരെ ത്രില്ലിംഗ് ആയിട്ടും വേണം ബർത്ത്ഡേ ലളിതമായ രീതിയിൽ കൊടുക്കാം. പിന്നെ വളരെ അമ്മയുടെ അനിയത്തിയുടെ ബർത്ത്ഡേ അല്ലേ, അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? നമ്മളൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എപ്പോഴും നമ്മൾ ദൈവത്തിനെ മുൻനിർത്തി വളരെ ലളിതമായ രീതിയിൽ മക്കളും സഹോദരങ്ങളും മാത്രം നിന്നെടുക്കുന്ന ആ ഒരു ബർത്ത്ഡേക്കാണ് ഏറ്റവും വലിയ സന്തോഷം. കേട്ടില്ലേ? അപ്പൊ ചിന്നാൻറ്റിക്ക് ഇത്രയും നല്ലൊരു സർപ്രൈസ് മകൾ തന്നു. അപ്പൊ ചിന്നാൻറ്റിക്ക് മകളോട് എന്താ സർപ്രൈസ്? എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. എന്റെ മക്കളിൽ നിന്ന് ഇത് ആദ്യമായിട്ടാണ് എനിക്ക്. ഒന്നാലോചിക്കെ, ആ കുടുക്കയിൽ നിന്ന് അവള് ആ പൊണ്ണാണയം വെച്ചിട്ടാണ്. ഒന്നാലോചിക്കെ, എന്റെ കയ്യിൽ കുറെ ചില്ലറ വാരി തന്നിട്ട് കടം വാങ്ങുകയും ചെയ്തു. പൊട്ടിച്ചപ്പോ ഞാൻ അത് കടം വാങ്ങുകയും ചെയ്തു. അതാണ് അവൾ അത്രയും അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇവള് പിഞ്ചാണെങ്കിലും എല്ലാം കൂടെ ചേർത്ത്. ഷീ സോ മെച്യൂർഡ്. ബി ലൈക്ക് അനു. ഇതാണ് നമ്മൾ ഈ വ്ളോഗിൽ നിന്ന് പഠിക്കേണ്ടത്. ബി ലൈക്ക് അനു. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നത്തെ വ്ളോഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ വ്ളോഗ് കണ്ടുവരുന്ന അപ്പോൾ നമ്മൾ അത് കേട്ട് കാണത്തില്ല, മൈക്ക് എൻ്റെ ഒന്നോടെ പറഞ്ഞു. ആ തമാശ ജനഗണമന പാടിയാലേ യൂട്യൂബർ നമ്മളെ ബാൻ ചെയ്തളേ. അപ്പോൾ ജയ് ബാലയ്യ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം വ്ളോഗിനകത്ത് വലിയ സംഭവങ്ങളുണ്ടോ ഇല്ലയോ, ബട്ട് വി ആർ സ്റ്റിൽ ഹാപ്പി അല്ലേ? നമ്മളെല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ചിന്നാൻറ്റിക്ക് ഒരു ചെറിയ അടുത്ത വ്ളോഗ് വരുന്നത് വരെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വീണ്ടും സന്ധിക്കും വരെ വണക്കം. വണക്കം. അപ്പോൾ വണക്കം. സബ്സ്ക്രൈബ് ചെയ്യുക, അടിക്കാൻ പറഞ്ഞ ബെൽ ബട്ടൺ അടിക്കുക.